നമ്മുടെ പൊന്നുമോൾ ഫാത്തിമയുടെ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കൂടി ഈ കുട്ടിയെ ഇല്ലാതെയാക്കി. ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്ന ടീച്ചറെ പ്രശ്നം തന്നെ എന്താന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ്സിലെത്തിയ ടീച്ചറാണല്ലോ എല്ലാ കുട്ടികളെ ഒരുപോലെ കാണാത്തതിന്റെ പേരിലല്ല എന്റെ മോളെ ഇങ്ങനെ സംഭവിച്ചേ. എന്റെ മോളെ അങ്ങനെ ഒറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്റെ മോളെ അല്ലാണ്ട് മാനസികമായിട്ട് ഒരു പ്രശ്നം എന്റെ മോക്കില്ലാത്തൊരു മോള്. അതിലുണ്ട് സ്കൂളിൽ ഓരോ പ്രശ്നങ്ങളും വന്നിട്ട് പിന്നെ എന്നെ മാറ്റി ചേർത്തിട്ടെല്ലാം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോനെ ഇങ്ങനെ ചേർത്തെന്ന് പറഞ്ഞാൽ എന്റെ മോനെ മാറ്റുമ്പോ ഒരിക്കലും അൻസിനെ ടീച്ചങ്ങോട്ട് വെക്കുന്നു മാറ്റിയിട്ട് ഇതവരെയൊക്കെ ചേർത്തണ്ട, തരുവനെ ചേർത്തിയ മതി എന്നാണ് എന്റെ മോള് പറഞ്ഞു. പിന്നെ എന്തെന്നാ അവൾക്ക് എന്തെന്നിട്ടുള്ള പ്രശ്നം അതും പറഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലിങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി കളയണമെന്നുള്ളൊരു വിഷയം അതും പറഞ്ഞിട്ട് വീട്ടിലെ വിഷയം എന്റെ മോൾ എന്നോട് സംസാരിക്കലുണ്ട്. പക്ഷെ ഇത്ര ഗൗരവമായിട്ട് ഞാനത് എടുത്തില്ല. മുന്നിലത്തെ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പോയിട്ട് സംസാരിച്ച് ഇങ്ങനെ ഞാനെല്ലാം പറഞ്ഞു മോളെ പഠിക്കുന്നില്ലുണ്ട്, ടീച്ചർ മോളെ കൊണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എന്റെ മോള് പറഞ്ഞു ടീച്ചർ അങ്ങനെ അഭിപ്രായം പറയും എന്നിട്ട് മകൾക്ക് എന്തെന്നും പറഞ്ഞു ഇല്ലാത്ത എന്നെ ചീത്ത പറയലുണ്ട് അന്നാ എന്നോട് പറഞ്ഞു. മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ടീച്ചറോട് ചോദിക്കുമായിരുന്നു. പക്ഷെ ടീച്ചർ എന്നോട് പറഞ്ഞത് മീറ്റിങ്ങും കഴിഞ്ഞ് വന്നിട്ട് ഞാനിത് സംസാരിക്കും എന്റെ മോളെന്നോട് പറഞ്ഞു ബൂമറ് തിന്നെന്ന് പറഞ്ഞ എന്നെ ടീച്ചർ ചീത്ത പറഞ്ഞു. ഞാൻ തിന്നലില്ല, പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അന്നേ ദിവസം എന്തെന്നാ സംഭവിച്ചത്, ഇങ്ങനെ ക്ലാസ്സിൽ ഭക്ഷണം പറഞ്ഞ് ചീത്ത പറഞ്ഞോ അന്നേരം മറ്റുള്ള കുട്ടികൾ കളിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ കളിയാക്കുന്നതല്ല ഒരു ഭയങ്കര ഫീലാവുന്നുണ്ട് അവർക്ക്. ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്ന ടീച്ചറെ പ്രശ്നം തന്നെ എന്താന്ന് വെച്ചാൽ ടീച്ചർ ക്ലാസ്സിലെത്തിയ ടീച്ചറാണല്ലോ എല്ലാ കുട്ടികളെ ഒരുപോലെ കാണാത്തതിന്റെ പേരിലല്ല എന്റെ മോളിങ്ങനെ സംഭവിച്ചേ. എന്റെ മോളെ അങ്ങനെ ഒറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്റെ മോളെ അല്ലാണ്ട് മാനസികമായിട്ട് ഒരു പ്രശ്നം എന്റെ മോക്കില്ലാത്തൊരു മോള്. എന്റെ മോളെ ഇങ്ങനെ ഇതിന്റെ നടപടി എനിക്ക് കിട്ടിയിരിക്കണം എന്ന് വെച്ചാൽ എന്റെ മോളെന്നെ എന്റെ പൈത്താര നടക്കുന്ന മോളാന്റെ. അതുകൊണ്ട് എന്റെ മോക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയണം. അന്നത്തെ ഒരു ദിവസം നല്ലോണം ഞാൻ രാവിലെ കടിയും ചായയും ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞു വെച്ച മോളാ. അന്നെന്ത് ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്ക് എന്റെ മോക്ക് സംഭവിച്ചെന്ന് ഞാൻ അറിയില്ല. അതുകൊണ്ട് അത് സ്കൂളിൽ വന്നതിന് ശേഷം എന്നെ സംഭവിച്ചത്. എന്റെ തലേന്റെ സ്കൂളിലെ എല്ലാ വിഷയവും എന്നോട് പറയേ നോമ്പെടുക്കണം, നാളെ നല്ല ദിവസം ഇറച്ചി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ എന്റെ മോള് പെട്ടെന്നൊരു നിമിഷം ഇങ്ങനെ മാറി മറിയാനുള്ള കാരണം എന്താന്നുള്ള എനിക്ക് അറിയണം സാർ. നമ്മുടെ പൊന്നുമോൾ ഫാത്തിമയുടെ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കൂടി ഈ കുട്ടിയെ ഇല്ലാതെയാക്കി. സ്കൂൾ അധ്യാപകന്മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കള് ഈ സ്കൂൾ ഇപ്പോൾ ജയിലായി മാറിയിരിക്കുകയാണ്. അത്ര ഒരു അവസ്ഥയിലേക്കാണ് ഈ സ്കൂളിലുള്ള അധ്യാപകന്മാർ ടീച്ചർമാരൊക്കെ ട്രെയിനിങ് പഠിച്ചവരൊക്കെയാണ് നിർത്തുന്നത്. പഠിച്ചതുകൊണ്ട് കാര്യമില്ല, അത് സ്കൂളിൽ പ്രായോഗികമായി കൊണ്ടുവരണം. നോക്കൂ, ഈ പൊന്നുമ്മ പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വല്ലാത്ത വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നാം ഗൗരവത്തോടു കൂടി കാണണം. ഇതൊരു നിസാരമായൊരു വിഷയമേ അല്ല, ഗൗരവമുള്ള വിഷയമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള്, അവളുടെ ജീവൻ ഇല്ലാതെയാക്കാനുള്ള കാരണം ആ കുഞ്ഞു കൈകളെ കൊണ്ട് കയറെടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുപ്പിച്ചത് ഞങ്ങളാണെന്ന് മനസ്സിലാക്കണം. നാമാണ് അത് ഒരുക്കി കൊടുത്തത്. പ്രത്യേകിച്ച് ഈ കുറ്റപ്പെടുത്തലുണ്ടല്ലോ, ഒരാളെ അപമാനിക്കൽ, അതൊരിക്കലും ഒരാൾക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടി വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന്. സ്കൂളിലേക്ക് പോകുന്ന കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു മാനസികമാണ്. ഇത് ടീച്ചർമാർ കണ്ടെടുത്തണം. ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തൽ, ഒരു കുട്ടിയെ മാത്രം മറ്റുള്ള കുട്ടികളെല്ലാം കൂടി ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകന്മാർ പോലും ചീത്ത പറയുക, കുറ്റപ്പെടുത്തുക, ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ്. അധ്യാപകന്മാർ വിചാരിക്കും നാം കുറ്റപ്പെടുത്തിയത് കൊണ്ട് ആ കുട്ടി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ആ കുട്ടി മാനസികമായി വല്ലാത്ത ബേജാറാകുന്നു. ഇങ്ങനെ സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികൾ കൂടി ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ
പാവം ഈ പൊന്നുമോൾ തോന്നി, എന്നെ ആർക്കും ഇഷ്ടമല്ല, പിന്നെ ഞാൻ എന്തിന് ഇവിടെ ജീവിക്കണം. അവസാനം തൻ്റെ ജീവൻ അങ്ങോട്ടില്ലാതെയായി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാക്കട്ടെ. ഇവിടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമക്ക് നാമാണ് എല്ലാവരും കൂടി കയറൊരുക്കി കൊടുത്തത്. സ്കൂളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് ചില കുട്ടികൾ പറയും സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. എന്തേ കാരണം? പഠിക്കാൻ നല്ല മിടുക്കുകളാണ്, സ്കൂളിൽ പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കൂടെയുള്ള ചങ്ങായിമാർ സുഹൃത്തുക്കളുടെ പേര് അവരിങ്ങനെ എണ്ണി പറയും. അവൾ എന്നോട് സംസാരിക്കുന്നു, ഇവള് സംസാരിക്കുന്നില്ല. ഒരാളിനോട് സംസാരിക്കാൻ വന്നാൽ പോലും മറ്റുള്ള തടയുന്നു, അവളോട് സംസാരിക്കരുത്. ഇത് കുട്ടികളെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ടീച്ചർമാർ കൃത്യമായി മനസ്സിലാക്കി പരസ്പരം കുട്ടികളോട് സ്നേഹമുണ്ടാക്കി കൊടുക്കണം. അവരുടെ മനസ്സിൽ തോന്നാൻ എന്നെ ആർക്കും ഇഷ്ടമല്ല. അധ്യാപകന്മാർ ടീച്ചർമാരോട് ഈ കാര്യം പറഞ്ഞാൽ അവർ ചീത്ത പറയും. ഇത് ചെറിയൊരു മഷി തൂഞ്ഞതിൻ്റെ പേരിൽ അവളെ കൈകൊണ്ട് തന്നെ അത് തുടപ്പിച്ചുന്ന അത്ര വിദ്യാർത്ഥികളെ മുമ്പിൽ അവ അപമാനിതയായി. അവളുടെ അഭിമാനത്തിന് ക്ഷതം വന്നപ്പോൾ പിന്നെ അവൾക്ക് മാനസികമായി അത് സഹിക്കാൻ പറ്റിയില്ല. നമുക്ക് കൃത്യമായി കുട്ടികളുടെ മാനസികാവസ്ഥ, മനഃശാസ്ത്രം പഠിച്ചവരാണല്ലോ ഈ അധ്യാപകന്മാരൊക്കെ, അവരത് പ്രായോഗികമാക്കണം സ്കൂളിൽ. കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവർ പരസ്പരം സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്, അവർ സ്നേഹത്തോടു കൂടി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, അപമാനിക്കുന്നുണ്ടോ, ചീത്ത പറയുന്നുണ്ടോ, ഇതൊക്കെ അറിയണം. തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എനിക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് മാനസികമായ ഒരു ജയിലറയായി മാറും സ്കൂൾ. ഇതൊരു സുരക്ഷിതമാകേണ്ട കേന്ദ്രം ഇത് ഇങ്ങനെ മാനസികമായ ഒരു ജയിലറയായി മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അധ്യാപകന്മാരുടെ ശ്രദ്ധക്കുറവാണ്. ഗൗരവമാണ് ഇത്, ഗൗരവത്തോട് നോക്കേണ്ട കാര്യമാണ്. അധ്യാപകന്മാർ ചിലർക്ക് ഒരു അലസരായി കാണുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു കുട്ടിയെ കുറ്റപ്പെടുത്തി പോകരുത്, ഒറ്റപ്പെടുത്തി പോകരുത്. അതുപോലെ ചീത്ത പറയുക, അപമാനിക്കുക, നമുക്കൊക്കെ അത് നിസ്സാരായി കാണും. പക്ഷേ അത് അവരുടെ മനസ്സിൽ അവർക്കുണ്ടാകുന്ന ആ അഭിമാനം നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസം ആരോട് പറയാൻ പറ്റൂല. കാരണം ഇവിടെ അടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല, ചോരകളൊന്നും കണ്ടില്ലല്ലോ ശരീരത്തിൽ. ഇത് അടിക്കുന്നതിനേക്കാൾ അടിക്കുന്നതിനേക്കാൾ വല്ലാത്ത അപകടകരമാണ് ഈ വിഷയങ്ങളൊക്കെ. അധ്യാപകന്മാരൊക്കെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ പഠിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണല്ലോ അവർ അധ്യാപകന്മാരായി പോകുന്നത്. ആ കുട്ടികളുടെ മാനസിക അവസ്ഥ വീട്ടിൽ മാതാപിതാക്കൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ എന്നും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കണം. ഇങ്ങനെ കുട്ടികളൊക്കെ കൂടി കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മോളെ നിന്നെ കൂടെ ഞാനുണ്ട്. ഈ കാര്യം അവിടെ സ്കൂൾ അധ്യാപകന്മാരോട് പറയണം. ഇതാ എൻ്റെ മകളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, അവൾ മാനസികമായി വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തണം. കൃത്യമായി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വേറെ മാർഗങ്ങളോട് സ്വീകരിക്കണം. ചില സ്കൂളിലെ STMC ഇങ്ങനെ പല മേഖലകളുണ്ടല്ലോ, അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണം. ആ ടീച്ചറിനെ, അധ്യാപികയെ വിളിച്ചുകൊണ്ട്, അവിടുത്തെ HM വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ പാവം അവർ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ മാനസികമായി എഴുന്നേൽക്കും. എങ്ങനെയാണ് ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്, ഇന്നെങ്ങനെയാണ് അവളുടെ മുഖം നോക്കുക, ഇന്നെങ്ങനെയാണ് ഇവളുടെ മുഖം നോക്കുക, ഇന്നെങ്ങനെയാണ് ഇവളോട് ഇങ്ങനെ സംസാരിക്കുക, എങ്ങനെയാണ് അവിടെ ഇരിക്കുക, അവർ പഠിച്ചത് തലയിലേക്ക് കയറുമോ? ഇത് തന്നെ ആയില്ലേ. രാത്രി ഉറങ്ങുമ്പോൾ ഇവരുടെ ഓർമ്മ, നടക്കുമ്പോൾ ഇവരെ ഓർമ്മ, ഇവരെ കാണുമ്പോൾ ഭയമാണ്. അത് ചെറിയ കുട്ടിയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. വല്ലാത്ത വേദന തോന്നി. ഒരുപാട് മക്കൾ ഇന്നും ഈ നിമിഷം അനുഭവിച്ചുകൊണ്ടുള്ള സ്കൂൾ ജയിലറയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിടയിലുണ്ട്. പാവം മക്കൾക്ക് പറയാനൊന്നുമില്ല. എന്താ പറയാ, എന്തിനു മകളെ സ്കൂൾ എന്ത് പറയണമെന്ന് തോന്നുന്നില്ല. എത്ര ഒരു കുട്ടിയല്ല, ഇതിൻ്റെ മുമ്പ് ഒരുപാട് കുട്ടികൾ, ഈ അടുത്തൊരു കുട്ടി ജീവനൊടുക്കിയല്ലോ. എന്തിനാണ്? എൻ്റെ കൂട്ടുകാരൻ എന്നെ ഒറ്റപ്പെടുത്തി, ഒറ്റ കാരണം. നമുക്ക് പറയാൻ നിസ്സാരമല്ലേ ഈ ഒറ്റപ്പെടുത്തിയതിനു വേണ്ടി ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യത്തിന് ജീവൻ എടുക്കണോ പലതും ചോദിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ എളുപ്പമാണ്. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായും മാനസികമായി വലിയ പ്രശ്നം ഉണ്ടാകും. അത് സഹിക്കാനും താങ്ങാനുമാകാത്ത പ്രശ്നമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മക്കളോട് പറയണം. മോളെ, നിന്നാര് ഒറ്റപ്പെടുത്തിയാൽ നിന്റെ കൂടെ
നിന്റെ പിതാവുണ്ട്. ഈ പിതാവ് ഇരിക്കുന്ന കാലത്തോളം നീ രാജകുമാരിയാണ്. നിന്റെ കൂടെ നിന്റെ ഉമ്മയുണ്ട്. നിന്നാര് കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും നിന്നാരെന്തെങ്കിലും വേദനിച്ചാൽ എന്നോട് പറയുമോനെ, ഞാൻ ഏറ്റെടുക്കും. അത് ഏറ്റെടുക്കണം. അത് മക്കളെ മുമ്പിൽ കാണിച്ച് തെളിയിച്ചു കൊടുക്കണം. സ്കൂളിൽ പോയി കൃത്യമായി അധ്യാപകനോട് പറയണം. അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റോട് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി പറയണം. കാരണം ഗൗരവത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് സംഭവിക്കും. നോക്കൂ, ഈ ഉമ്മ ഇതിനെ നിസ്സാരമായി കണ്ടു. പക്ഷേ ഈ കുട്ടി ഇത് മാനസികമായി വല്ലാത്ത, ഈ പറയുന്ന വാർത്തയിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ അധ്യാപകന്മാർ വലിയ വില നൽകേണ്ടി വരും ഇതിന്. ഒരുപാട് സ്കൂളുകളിലും പഠന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പാവം, സ്കൂളെന്ന് പറയുമ്പോൾ ഭയപ്പെട്ടു പോകുന്നവർ, പഠിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഭയപ്പെട്ടു പോകുന്നവർ. ഭയപ്പെടാനുള്ള കാരണം ഇതാണ്. പോയാൽ അവിടെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ചീത്ത പറയലും അപമാനിക്കലും എങ്ങനെ പോകും എൻ്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാവർത്തിക്കരുത്. അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.